നല്ലൊരു ചിത്രമാണ്. ഇത് നിവിന്റെ ശക്തമായ തിരിച്ചുവരവാണ്. നിവിൻ പോളി, ഡിജോ ജോസ് ആന്റണി കൂട്ടുകെട്ടിൽ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ. ഇന്നത്തെ ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിന്റെ ഫസ്റ്റ് ഷോ കഴിഞ്ഞതിന് ശേഷമുള്ള തിയേറ്റർ റെസ്പോൺസ് അല്ലെങ്കിൽ പബ്ലിക് റിവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ക്യൂവിൻ എന്ന് പറയുന്ന ഒറ്റ സിനിമയിലൂടെ തന്നെ തന്റെ സംവിധാന മികവ് തെളിയിച്ച ഡയറക്ടറാണ് ഡിജോ ജോസ് ആന്റണി. അതോടൊപ്പം രണ്ടാമത്തെ ചിത്രമായ ജനഗണമനയിലൂടെ വലിയൊരു ശ്രദ്ധ നേടുകയും അതോടൊപ്പം മലയാളത്തിൽ തന്റേതായിട്ടുള്ള ഇരിപ്പിടം കണ്ടെത്തുകയും ചെയ്ത ഡയറക്ടറാണ് ഡിജോ ജോസ് ആന്റണി. എന്തൊക്കെയാണ് അദ്ദേഹത്തിൽ നിന്നും സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള മറ്റൊരു സിനിമ കൂടി വന്നിരിക്കുകയാണ്. നിവിൻ പോളി കേന്ദ്ര കഥാപാത്രം ഒരുക്കിയിരിക്കുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമ. പൂർണ്ണമായിട്ട് കോമഡി ജേണലിൽ ഒരുക്കിയിരിക്കുന്ന ചിത്രം എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ചിത്രം ഇന്നത്തെ തിയേറ്ററിലോട്ട് എത്തിയപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മൾ പ്രതീക്ഷിച്ചൊന്നുമല്ല സിനിമ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം തന്നെ സംസാരിക്കുന്ന ഡിജോ ജോസ് ആന്റണി ചിത്രങ്ങൾ പോലെ തന്നെയാണ് ഇതെന്നും ആദ്യ ഭാഗത്തിനെക്കാട്ടും മികച്ച് നിൽക്കുന്ന രണ്ടാം ഭാഗം ട്വിസ്റ്റുകളും ത്രില്ലറുമായിട്ട് നിൽക്കുമ്പോൾ ഒരു തരത്തിലും നിവിൻ പോളി ഈ ഒരു സിനിമയെ നമ്മളെ മടുപ്പിക്കുന്നില്ല. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ചിത്രമായിട്ടാണ് മലയാളി ഫ്രം ഇന്ത്യ മാറുന്നതെന്നാണ് ചിത്രത്തിന്റെ ആദ്യ തിയേറ്റർ റെസ്പോൺസുകൾ നമുക്ക് കിട്ടുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന് എല്ലായിടത്തും പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് വന്നിരിക്കുന്നത്. ആദ്യ ഭാഗം മികച്ചൊരു കോമഡി ആകുമ്പോൾ ആ ചിത്രത്തിന് നിവിനോടൊപ്പം തന്നെ ധ്യാനം കയ്യടി അർഹിക്കുന്ന പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് കണ്ടതിന്റെ വേറൊരു പതിപ്പ് നമുക്ക് മലയാളി ഫ്രം ഇന്ത്യക്കകത്ത് ധ്യാനെ കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണൊരു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഹിറ്റ് കണ്ടിന്യൂവേഷൻ തന്നെയായിരിക്കും മലയാളി ഫ്രം ഇന്ത്യ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് പറഞ്ഞതിന്. ഒരുപക്ഷെ മലയാളത്തിലെ നിവിന്റെ ആദ്യത്തെ 100 കോടി ചിത്രമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. കണ്ടുകഴിഞ്ഞാൽ ചിത്രത്തിന് വരും ദിവസങ്ങൾ ഇതേ അഭിപ്രായം നിലനിർത്താനും ഇതേ വിജയം നിലനിർത്താനും സാധിക്കുമെന്നൊക്കെ. എന്തൊക്കെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രം നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.